Dear students, today we are going to discuss crashing of project network. The process of reducing the total project duration by reducing activity timing is known as crashing of project network. Consider the question. Consider the data of a project as shown in the following table. Activity തന്നിട്ടുണ്ട്, normal time തന്നിട്ടുണ്ട്, in hours, normal cost തന്നിട്ടുണ്ട്, crash time, crash cost. Activity 1, 2, 1, 3, 1, 4, 2, 5, 3, 5, 3, 6, 4, 6, 5, 7, 6, 7. Then normal time 7, 5, 8, 9, 5, 6, 7, 2, 3. Then normal cost 700, 500, 600, 800, 700, 1100, 1200, 400, 500. Then crash time. Crash time എന്ന് പറയുമ്പോൾ normal ടൈമിനേക്കാളും കുറവായിരിക്കും. 4, 3, 5, 7, 3, 5, 5, 1, 2. Then crash cost. Crash cost എപ്പോഴും normal costനേക്കാളും കൂടുതലായിരിക്കും. 850, 700, 1200, 1250, 1000, 1300, 1450, 500, 850. If the indirect cost per week is rupees 200, find the optimal crashed project completion time. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദി ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ഐഡന്റിഫൈ ദി ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്നാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ആക്ടിവിറ്റീസ് വെച്ച് നമുക്ക് ഫിഗർ വരയ്ക്കാം, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 1, 2-ലാണ്. അപ്പം നമുക്കിവിടെ 1 വരയ്ക്കാം, 1, 2, 1, 2, 1-ൽ നിന്ന് 2-ലോട്ട്. അപ്പോൾ ഒരു ആരോ മാർക്ക് കൊടുക്കുക. 1, 2-ന്റെ 7 ആണ്, സോ 7 കൊടുക്കുന്നു. ദെൻ 1, 3 ആണ്, സോ 1, 3, 1, 3, 5 ആണ്, 1, 3, 5 ആണ്, സോ 1, 3 വരയ്ക്കുന്നു, 5. ദെൻ നെക്സ്റ്റ് 1, 4, 8 ആണ്. അപ്പം 1-ൽ നിന്ന് 4 വരയ്ക്കണം, സോ 4, 8. Then 2, 5. 2, 5, 9 ആണ്, 2, 5, 9. 3, 5. 3, 5, 5. Then 3, 6. 3, 6, 6. Then 4, 6. 4, 6, 7. 5, 7. 5, 7, 2. 6, 7, 3. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ആക്ടിവിറ്റിയും നോർമൽ ടൈമുമാണ് വെച്ചാണ് നമ്മൾ നെറ്റ്വർക്ക് ഈ ആക്ടിവിറ്റീസ് യൂസ് ചെയ്തു. നോർമൽ ടൈം വെച്ച് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. അപ്പം നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പാത്ത് മീൻസ് ടോട്ടൽ മാക്സിമം ഡ്യൂറേഷൻ വരുന്ന പാത്ത് കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ടോട്ടൽ ഫ്ലോട്ട് 0 ആകുന്നതാണ്. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല LFT മൈനസ് EFT ചെയ്യാം, അല്ലെങ്കിൽ LST മൈനസ് EST ചെയ്യാം, അല്ലെങ്കിൽ LG മൈനസ് EI മൈനസ് D. ഈ 3 ഫോർമുല ഏതെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെ പാത്ത് ഉണ്ടെന്ന് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് പാത്ത്, അതായത് 1, 2, 5, 7. 1, 2, 5, 7. അപ്പം അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 7 പ്ലസ് 9 പ്ലസ് 2. 7 പ്ലസ് 9 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. ഇനി അടുത്ത പാത്ത് നമുക്ക് പറയാം 1, 3, 5, 7. 1, 3, 5, 7. That is equal to 5 plus 5 plus 2. 12 കിട്ടും. Then അടുത്ത ഡ്യൂറേഷൻ 1, 3, 6, 7. 1, 3, 6, 7 equal to 5 plus 6 plus 3. 14. Fourth 1, 4, 6, 7. അപ്പോൾ 1, 4, 6, 7 ഈക്വൽ ടു 8 പ്ലസ് 7 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അപ്പം
നമ്മളെല്ലാ ആക്ടിവിറ്റിയും കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഫോർമുല തന്നെ യൂസ് ചെയ്ത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം ടോട്ടൽ ഡ്യൂറേഷൻ നമുക്ക് കിട്ടുന്നത് 18 ആണ്. 18 വരുന്നത് 2 പാത്തിലാണ്. അപ്പം 18 വരുന്നത് 2 പാത്തിലുണ്ട്. ഇപ്പം ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് ഈക്വൽ ടു 1 2 5 7 1 4 6 7. ടോട്ടൽ ഡ്യൂറേഷൻ കിട്ടുന്നത് 18 ആണ്. Okay, we get 2 critical path 1 2 5 7 1 4 6 7. Then normal duration, normal project completion time, normal project completion time we get 18 weeks ആണ് കിട്ടിയിരിക്കുന്നത്. Then we have to find cost of the project. Cost of the project equal to sum of the normal cost plus indirect cost for 18 days. 18 weeks. That is equal to sum of the normal cost. Sum of the normal cost എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോർമൽ കോസ്റ്റ് തന്നിട്ടുണ്ട് 700 500 600. ഇതെല്ലാത്തിൻ്റെയും കൂടെ സമ്മ്. ഇതിൻ്റെ കൂടെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6500 ആണ്. അപ്പം ഇതാണ് സം ഓഫ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ വീക്ക് ₹200 എന്ന് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ വി ഗെറ്റ് 6500 പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് 200 ആണ്. 200 ഫോർ 18 വീക്സ്. അപ്പം 200 into 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 6500 പ്ലസ് 3600 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,100. നെക്സ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. കോസ്റ്റ് സ്ലോപ്പ് മീൻസ് കോസ്റ്റ് സ്ലോപ്പിന്റെ ഫോർമുല ഇതാണ് CC മൈനസ് NC. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതി, ആക്ടിവിറ്റി എഴുതി, നോർമൽ ടൈം NT എന്ന് പറഞ്ഞ നോർമൽ ടൈം, NC നോർമൽ കോസ്റ്റ്, CT ക്രാഷ് ടൈം, CC ക്രാഷ് കോസ്റ്റ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഷോർട്ട് ഫോം എഴുതിയതാണ്. കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. കോസ്റ്റ് സ്ലോപ്പിന്റെ ഫോർമുല ഇതാണ് CC മൈനസ് NC ബൈ NT മൈനസ് CT. അതായത് ഫസ്റ്റ് ആണ് കണ്ടുകൊണ്ട് 850 മൈനസ് ഫസ്റ്റ് വൺ 850 മൈനസ് NC 700 by 7 minus 4 that is equal to 150 by 3 that is equal to 50 എന്ന് കിട്ടി. ഇപ്പോൾ 50 ആണ് ഫസ്റ്റ് വൺ. അടുത്തത് 700 മൈനസ് 500 200 ബൈ 5 മൈനസ്, അതായത് 700 മൈനസ് 500 ബൈ 5 മൈനസ് 3. അപ്പോൾ 200 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ദെൻ 1200 ബൈ 600. അപ്പോൾ 600 വരും. 8 മൈനസ് 3 3. അപ്പോൾ 600 ബൈ 3 200. അതുപോലെ ഓരോന്നും ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് വരുന്നത് 225. ഇത് 300 ബൈ 2 150. 200 by 1 200. 125. 500 minus 400 100 by 1 100. 850 minus 500 350 by 1. അപ്പോൾ 350. കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ കോസ്റ്റ് സ്ലോപ്പിന്റെ ഫോർമുല ഓർത്തിരിക്കണം. ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രാഷ് ടൈം, ക്രാഷ് ലിമിറ്റ് ആൻഡ് സ്ലോപ്പ്. സോ ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, ക്രാഷ് ലിമിറ്റ്, കോസ്റ്റ് സ്ലോപ്പ്, ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് 2 ക്രിട്ടിക്കൽ പാത്താണ് കിട്ടിയേക്കുന്നത്. 1 2 5 7 1 4 6 7. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാത്തായിട്ട് എഴുതാം 1 2 5
7. ഇതാണ് ഒരു ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, അത് ആക്ടിവിറ്റി ആയിട്ട് എഴുതണം. ഇപ്പം 1 to 2 5 1 to 2 5 5 7. ദെൻ ക്രാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം ചെയ്താൽ മതി. നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അപ്പം ഈ 1 2 എന്ന ആക്ടിവിറ്റിയുടെ നോർമൽ ടൈം 7 ആണ്, ക്രാഷ് ടൈം 4 ആണ്. അപ്പം 7 minus 4 3. അടുത്ത് 2 5. അപ്പം 2 5 ആക്ടിവിറ്റി നോക്കണം. നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അപ്പം 9 minus 7 2. അടുത്ത് 5 7 ചെയ്യുമ്പോൾ 2 minus 1. ദെൻ കോസ്റ്റ് സ്ലോപ്പ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ ആക്ടിവിറ്റിയുടെ. അപ്പം 1 2ന്റെ 50 വരും. 2 5ന്റേത് 225 225. 5 7ന്റേത് 100. ഇത് ഒരു ആക്ടിവിറ്റിയുടെ എഴുതി. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 1 4 6 7. അതിന്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എഴുതുക. 1 4 4 6 6 7. ക്രാഷ് ടൈം എഴുതുക. നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം ചെയ്യുക. അപ്പം നോർമൽ ടൈം 1 4ന്റെ നോക്കുക. 1 4ന്റെ 8 minus 5 3. ദെൻ 4 6ന്റെ 7 5 ആണ്. സോ 7 minus 5 2. അടുത്തത് 6 7ന്റെ 3ഉം 2ഉം ആണ്. അപ്പം 3 minus 2 1. കറസ്പോണ്ടിങ് സ്ലോപ്പ് എഴുതുക. 200 125 350. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഈ ആക്ടിവിറ്റി 1 2 5 7ന്റെ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഇതാണ് ലീസ്റ്റ്. 50 225 100. ഇതിലെ ലീസ്റ്റ് 50 ആണ്. അതുപോലെ തന്നെ 200 125 350. ഇതിലെ ലീസ്റ്റും 125 ആണ്. സോ നമ്മൾ ഈ ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. 1 2 എന്ന ആക്ടിവിറ്റിയിൽ ഒരു വീക്ക് ക്രാഷ് ചെയ്യുവാണ്. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, നമ്മൾ 1 ക്രാഷ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇവിടെ 4 6ലെ 1 വീക്ക് നമ്മൾ ക്രാഷ് ചെയ്യുന്നു. 2 ഉണ്ട്, 2 ക്രാഷ് ചെയ്യാം. നമ്മൾ 1 ക്രാഷ് ചെയ്യുന്നു. ക്രാഷ് ചെയ്യുമ്പം എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണ് ഇവിടെ 50 125. അപ്പം നമ്മുടെ ഫിഗറിൽ നമ്മൾ ഇവിടെ 1 2ൽ ഒരെണ്ണം നമ്മൾ ഒരു വീക്ക് ക്രാഷ് ചെയ്യുവാണ്. സോ 1 2ൽ 1 2 എന്ന് പറയുമ്പം ഇവിടെ 6 ആവും. ദെൻ അതുപോലെ തന്നെ 4 6ലും നമ്മൾ ഒരു ആക്ടിവിറ്റി ക്രാഷ് ചെയ്യണം. അപ്പം ഇവിടെ ഒരെണ്ണം ക്രാഷ് ചെയ്യുന്നു, ഇവിടെ 1 ക്രാഷ് ചെയ്യുന്നു. ഒരെണ്ണം കുറയ്ക്കുമ്പം 7 എന്നുള്ളത് 6 ആവും, ഇവിടെയും 7 എന്നുള്ളത് 6 ആവും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. സോ വി ക്യാൻ റീറോ. ഇത് വീണ്ടും വരയ്ക്കാം. ഈ 2 7ഉം മാറ്റി 6 കൊടുക്കാം. 1 വീക്ക് നമ്മൾ ക്രാഷ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഫിഗർ വരയ്ക്കാം. സോ നമ്മൾ സെക്കൻഡ് റൈറ്ററേഷൻ വീണ്ടും വരച്ചു. ഇവിടെ 7 ആയിരുന്നു, അത് 6 ആയി. ഇവിടെ 7 ആയിരുന്നു, 6 ആയി. ദെൻ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം നോക്കി കണ്ടുപിടിച്ചാൽ മതി. 1 2 5 7 ഉണ്ട്. ദെൻ 1 3 5 7 ഉണ്ട്. ദെൻ തേർഡ് 1 4 6 7 ഉണ്ട്. ദെൻ 1 3 6 7. അപ്പം ഇത് 4 പാത്താണ് നമുക്ക് കിട്ടുന്നത്. ഈ 4 പാത്തിൻ്റെയും ഡ്യൂറേഷൻ കണ്ടുപിടിക്കാം. അപ്പം 1 2 5 7ന്റെ 6 + 9 + 2 ദാറ്റ് ഈസ് 17. 1 3 5 7ൻ്റേത് 5 + 5 + 2 ദാറ്റ് ഈസ് 12. ദെൻ അടുത്തത് 1 4 6 7ൻ്റേത് 8 + 6 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. 1 3 6 7ന്റെ 5 + 6 + 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ ഇതിലെ മാക്സിമം ഡ്യൂറേഷൻ ആണ് വേണ്ടത്. മാക്സിമം ഡ്യൂറേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 17. 2 ക്രിട്ടിക്കൽ പാത്തിലാണ് മാക്സിമം ഡ്യൂറേഷൻ കിട്ടിയിരിക്കുന്നത്. അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നത് 1 2 5 7ഉം 1 3 5 7ഉം. Okay, we get 2 critical path 1 2 5 7 1 3 5 7. Then project completion time.
ഇവിടെ കിട്ടുന്നത് 17 വീക്സ് ആണ്. ഒരു വീക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ 17 വീക്സ് ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു പ്രീ ടോട്ടൽ കോസ്റ്റ്, നേരത്തെ കണ്ടുപിടിച്ച കോസ്റ്റ്, പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രാഷ് ചെയ്ത എക്സ്ട്രാ വന്ന കോസ്റ്റ്, ദാറ്റ് ഈസ് സ്ലോപ്പ് കോസ്റ്റ് ആണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്ലോപ്പ് കോസ്റ്റ് മൈനസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു വീക്കിൽ 200 ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇപ്പോൾ ഇവിടെ 17 ആയി. അപ്പോൾ ഇവിടെ നേരത്തെ 18 ആയിരുന്നു, 17 ആയപ്പോൾ ഒരു വീക്ക് കുറഞ്ഞു. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒരെണ്ണം കുറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരെണ്ണം ആക്കാൻ വേണ്ടി കോസ്റ്റ് സ്ലോപ്പ് ഇവിടെ നമ്മൾ ഒന്ന് കുറച്ചു, ഇവിടെ ഒന്ന് കുറച്ചു. അപ്പോൾ ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 50 പ്ലസ് 125, 50 പ്ലസ് 125 175. അപ്പോൾ 175 അവിടെ ഇൻക്രീസ് ചെയ്തു, ബട്ട് 1 വീക്ക് കുറഞ്ഞു, അതായത് 200 കുറഞ്ഞു. അപ്പോൾ പ്രീ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇതാണ് പ്രീ കോസ്റ്റ്. 10,100 പ്ലസ് 50 പ്ലസ് 125 മൈനസ് 200 ആണ് ചെയ്യേണ്ടത്. Therefore, total cost എന്ന് പറയുന്നത് പ്രീ ടോട്ടൽ കോസ്റ്റ്, നേരത്തെ കിട്ടിയ കോസ്റ്റ് 10,100 പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ് 1 വീക്ക് വെച്ച് കോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്ത് 50 പ്ലസ് 125, പിന്നെ ഒരു വീക്ക് കുറഞ്ഞു, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 200. സോ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്ന 10,075. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 10,075 ആണ് ടോട്ടൽ കോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം നേരത്തെ കിട്ടിയത് 10,100 ആയിരുന്നു. അപ്പം അതിലും കുറവാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകണം. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പം ഇതിലും മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു. അതായത് നേരത്തെ ഇവിടെ കിട്ടിയ 2 പാത്ത് വെച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രാഷ് ലിമിറ്റ് ആൻഡ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രാഷ് ലിമിറ്റ് ആൻഡ് സ്ലോപ്പ് എഴുതുന്നു. ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, ക്രാഷ് ലിമിറ്റ്, കോസ്റ്റ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ഐറ്ററേഷൻ വെച്ച് നമുക്ക് 2 പാത്താണ് കിട്ടിയിരിക്കുന്നത്. 1257ഉം 1467ഉം. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എഴുതുന്നു. 122557 144667. ഇനി നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ സ്റ്റെപ്പ് ചെയ്തത് നമുക്കിവിടെ 3 ആയിരുന്നു, നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്തു 1. പിന്നെ ഇവിടെ മിച്ചമുള്ളത് 2 ആണ്. ബാക്കിയെല്ലാം അതുപോലെ 2, 2, 1. കോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ 2, 2, 1 ആവും. ഇവിടെ 3. ഇവിടെ നിന്നാണ് നമ്മൾ 1 റെഡ്യൂസ് ചെയ്തത്. 1 റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ 1, 1. സോ ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇവിടെ 3 എന്നുള്ളത് 2 ആവും, ഇവിടെ 2 എന്നുള്ളത് 1 ആവും. ബാക്കിയെല്ലാം സെയിം. സോ 2, 2, 1. സ്ലോപ്പ് സെയിം തന്നെയാണ്. 50, 225, 100, 3, 11, 200, 125, 350. സോ ഇതിലെ ലീസ്റ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ലീസ്റ്റ് 50 തന്നെയാണ് ലീസ്റ്റ്. ഇവിടെ 125 ആണ് ലീസ്റ്റ്. അപ്പോൾ ലീസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ലീസ്റ്റ് സെലക്ട് ചെയ്യുമ്പം ഇവിടെ നമുക്ക് 1 റെഡ്യൂസ് ചെയ്യാം. ഇവിടെ 1 റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയും 1 റെഡ്യൂസ് ചെയ്തു. 1 റെഡ്യൂസ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ആക്ടിവിറ്റി ഇതാണ്. 1, 2, 4, 6 നമുക്ക് 1 റെഡ്യൂസ് ചെയ്യാം. അതായത് സെക്കൻഡ് ഐറ്ററേഷൻ നമ്മൾ വരച്ച് നോക്കുക. 1, 2 ഓൾറെഡി 7 ആയിരുന്നു. അത് നമ്മൾ സെക്കൻഡ് ഐറ്ററേഷൻ ആയപ്പോൾ 6 ആയി. പിന്നെ തേർഡ് ഐറ്ററേഷൻ ആകുമ്പോൾ ഇത് 5 ആകും. അതുപോലെ തന്നെ 4, 6ഉം 5 ആകും. സോ വി ക്യാൻ ഡ്രോ തേർഡ് ഐറ്ററേഷൻ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. 1, 2 5 ആകും, 4, 6 5 ആകും. സോ നമ്മൾ തേർഡ് ഐറ്ററേഷൻ ഫിഗർ വരച്ചു. വ്യത്യാസമുള്ളത് 1, 2 5 ആയി, 4, 6 5 ആയി. ദെൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് 1, 2, 5, 7 നേരത്തെ പോലെ തന്നെ സെയിം ഇത് തന്നെയാണ്. 1, 3, 5, 7, 1, 3, 6, 7, fourth one 1, 4, 6, 7. Then duration കണ്ടുപിടിക്കാം. ഓരോന്നിന്റെയും duration 5 plus 9 plus 2 that is equal to 16. 5 plus 5 plus 2 12. 5 plus 6 plus 3 14. 8 plus 5 plus 3 16. അപ്പോൾ ഇവിടെയും 2 ക്രിട്ടിക്കൽ പാത്താണ്. മാക്സിമം കിട്ടുന്നത് 16 ആണ്. 16 കിട്ടുന്നത് 1, 2, 5, 7ഉം 1, 4, 6, 7ഉം നേരത്തെ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്.
That is 16 dates ആണ് പ്രോജക്റ്റ് കംപ്ലീഷൻ. പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം 16 ആണ്. നേരത്തെ അത് 17 ആയിരുന്നു. ദെൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല നേരത്തെ നമ്മൾ എഴുതിയായിരുന്നു. പ്രീ ടോട്ടൽ കോസ്റ്റ്, പ്രീ ടോട്ടൽ എത്രയാണോ അത് പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ലോപ്പിന്റെ കോസ്റ്റ് ആണ്, മൈനസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് പ്രീ ടോട്ടൽ എന്ന് പറയുന്നത് 10,075 ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്, പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 50യും 125ഉം, 50 പ്ലസ് 125 മൈനസ് ഇൻഡയറക്റ്റ് ഒരു ദിവസം കുറഞ്ഞു, അപ്പൊ 200. സോ വി ഗെറ്റ് 10,050. അപ്പം നേരത്തെ കിട്ടിയത് 10,075 ആയിരുന്നു, അതിലും കുറവാണ് കിട്ടിയത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും ക്രാഷ് ടൈം ആൻഡ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. സോ ക്രാഷ് ലിമിറ്റ് ആൻഡ് സ്ലോപ്പ് എഴുതി. ക്രിട്ടിക്കൽ പാത്ത് 1257 1467, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി 12 2557 144667. ഇനി ക്രാഷ് ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രാഷ് ലിമിറ്റ് നമ്മൾ നേരത്തെ ടേബിളിൽ നോക്കുന്നു. ഇതാണ് നേരത്തെ ടേബിൾ. ക്രാഷ് ലിമിറ്റ് ഇവിടെ 2 ആണ്. അപ്പൊ നമ്മൾ ഒന്ന് കുറച്ചു. അപ്പൊ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 1 ആവും, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 3, 1. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒന്ന് കുറച്ചത്, 0 ആവും 1. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഈ 2ന്റെ സ്ഥാനത്ത് 1 വരും, ഈ 1ന്റെ സ്ഥാനത്ത് 0 വരും. ബാക്കിയെല്ലാം സെയിം തന്നെ. സോ ക്രാഷ് ലിമിറ്റ് 1 ആയി. 2 1 3 0 1. കോസ്റ്റ് സ്ലോപ്പ് സെയിം തന്നെ. 50 225 100 200 125 350 350. ഇവിടെ ലീസ്റ്റ് കോസ്റ്റ് 50 ആണ്, ഇവിടെ ലീസ്റ്റ് കോസ്റ്റ് 125 ആണ് ലീസ്റ്റ്. ഇവിടെ 1 നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 1 ക്രാഷ് ലിമിറ്റ് 1 റെഡ്യൂസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി 0 ആണ്. പിന്നെ നമുക്ക് വീണ്ടും മാക്സിമം ആയി, ക്രാഷ് മാക്സിമം ആയി. പിന്നെ ഇത് വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ലീസ്റ്റ് അടുത്ത ലീസ്റ്റ് ഏതാന്ന് നോക്കുന്നു, ദാറ്റ് ഈസ് 200. അപ്പൊ ഇത് സെലക്ട് ചെയ്യുന്നു. ഇത് നമുക്ക് 1 റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഫിഗർ എടുക്കുന്നു. ഫിഗറിൽ നിന്ന് ഇതാണ് തേർഡ് ഐറ്ററേഷന്റെ ഫിഗർ എടുക്കുന്നു. അപ്പൊ 1 2 നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത്, അപ്പൊ 5 എന്നുള്ളത് 4 ആകും. ദെൻ 1 4 ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ 1 4 അത് 7 ആകും. ദെൻ നമുക്ക് ഈ നെറ്റ്വർക്ക് വീണ്ടും വരയ്ക്കാം. സോ ഫോർത്ത് ഐറ്ററേഷൻ വരച്ചു. അതായത് 1 2 നമ്മൾ റെഡ്യൂസ് ചെയ്ത്, 1 2 ഒരെണ്ണം റെഡ്യൂസ് ചെയ്തു. ദെൻ 1 4 1 റെഡ്യൂസ് ചെയ്ത്, അപ്പൊ ഇവിടെ 4 ആയി, ഇവിടെ 7 ആയി. ദെൻ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നു. 1257 4 പ്ലസ് 9 പ്ലസ് 2 15. അടുത്ത 1 357 5 പ്ലസ് 5 പ്ലസ് 2 12. 1367 5 പ്ലസ് 6 പ്ലസ് 3 14. 1467 7 പ്ലസ് 5 പ്ലസ് 3 15. സോ ഇവിടെ മാക്സിമം വരുന്ന 15 ആണ്. അപ്പൊ 15 വരുമ്പം 2 ക്രിട്ടിക്കൽ പാത്ത് ആണ് വരുന്നത്. ക്രിട്ടിക്കൽ പാത്ത് വരുന്നത് 1257 1467 പ്രോജക്റ്റ് കംപ്ലീഷൻ വരുന്നത്, പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം വരുന്നത് 15 വീക്ക് ആണ് വരുന്നത്. 15 വീക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല പ്രീ ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് മീൻസ് സ്ലോപ്പ് കോസ്റ്റ്, പിന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. പ്രീ ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ് മൈനസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പൊ പ്രീ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 10,050 ആയിരുന്നു, പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്, ഇവിടെ 50യും 200 ആണ് എടുത്തത്, അതാണ് ഡയറക്റ്റ് കോസ്റ്റ്. അപ്പൊ 50 പ്ലസ് 200 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,100 ആണ് കിട്ടിയിരിക്കുന്നത്. സോ
we get 10,100. Since the total cost of the iteration, നമ്മൾ ഫോർത്ത് iteration ചെയ്തപ്പോൾ 10,100 is more than that of previous iteration. Previous iteration എന്ന് പറയുന്നത് ഇപ്പം കിട്ടിയത് 10,100 ആണ്. അതാണ് ഗ്രേറ്റർ 10,050യേക്കാളും. അതായത് പ്രീവിയസ് സിൻസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഐറ്ററേഷൻ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ഐറ്ററേഷൻ, സ്റ്റോപ്പ് ദ പ്രൊസീജിയർ. ഇവിടെ ഗ്രേറ്റർ വന്നുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഈ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് ട്രീറ്റ് ദ സൊല്യൂഷൻ ഓഫ് പ്രീവിയസ് ഐറ്ററേഷൻ, അതായത് തേർഡ് ഐറ്ററേഷൻ്റെയാണ് ബെസ്റ്റ് സൊല്യൂഷൻ ഉള്ളത്. ഇതെടുക്കുക, ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. തേർഡ് ഐറ്ററേഷൻ ഈസ് ദ ബെസ്റ്റ്. തേർഡ് ഐറ്ററേഷൻ ആണ് ബെസ്റ്റ് സൊല്യൂഷൻ, ബെസ്റ്റ് വൺ. ഇവിടെ 15 വീക്സ് ആയിരുന്നു, അപ്പൊ തേർഡ് ഐറ്ററേഷൻ എന്ന് പറയുന്നത് 16 വീക്ക് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഫൈനൽ ക്രാഷ്ഡ് പ്രോജക്റ്റ് completion time is 16 hours. 16 hours ആയിരിക്കും. Then for the corresponding critical path എന്ന് പറയുന്നത് 12571467. സോ നമ്മൾ ചെയ്തപ്പോൾ ഫോർത്ത് ഐറ്ററേഷൻ ചെയ്തപ്പം പ്രീവിയസിനേക്കാളും കൂടുതലായിട്ട് വന്നു. സോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതിന്റെ പ്രീ ഐറ്ററേഷൻ, അതായത് തേർഡ് ഐറ്ററേഷൻ ആയിരിക്കും ബെസ്റ്റ് വൺ. ദ ഫൈനൽ ക്രാഷ്ഡ് പ്രോജക്ട് കംപ്ലീഷൻ ഈസ് 16 വീക്സ് ആയിരിക്കും. ക്രിട്ടിക്കൽ പാത്ത് 12571467. താങ്ക് യു.